ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. കുറെ ഗ്യാപ്പിന് ശേഷമാണ് വീഡിയോ ഇടുന്നത്. ആൻഡ് ഇനി വരുന്ന മാസങ്ങളിൽ ഡെഫിനറ്റ്ലി കൂടുതൽ വീഡിയോസ് വേണ്ടി വരും. ബിക്കോസ് കഴിഞ്ഞ വർഷത്തെ ക്യാറ്റിന് പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് ഏത് കോളേജ് ബി സ്കൂൾ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ട് കോളേജ് കമ്പയർ ചെയ്യണം, അങ്ങനത്തെ പല ആവശ്യങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ if you want any college comparison, and when I say college comparison, unfortunately ഈ പറയുന്ന ഒരു ടോപ്പ് 50 കോളേജസിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്പാരിസൺസ് നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ട്രൈ ടു ഡു ദാറ്റ്. പക്ഷെ അതിന്റെ താഴെയുള്ള കോളേജസിൽ എന്താ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടോപ്പ് 50 കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാത്തിനും ഒരുപാട് കോൺസ് ഉണ്ടാവും, കുറച്ച് പ്രോസ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ചബിൾ ആയിരിക്കും. ബട്ട് ഇഫ് യു വാണ്ട് കമ്പാരിസൺ വീഡിയോസ് ഓഫ് എനി ടോപ്പ് 50 ബി സ്കൂൾസ്, then please let me know in the comments. ബട്ട് ഈ വീഡിയോ ചെയ്യുന്നത് അതിനുവേണ്ടിയല്ല. കുറെ നാളായിട്ട് ഗ്രൂപ്പിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട്. കാറ്റ് 2025 ട്രെയിനിങ് നമ്മൾ ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് മുതലായ കാര്യങ്ങൾ. അപ്പം ആദ്യം തന്നെ ഒരു ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷന്റെ ഓവർവ്യൂ തരാം. ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായി സെക്ഷൻ 8 കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. നമ്മളുടെ ആസ്പിറൻസിന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ബെനിഫിഷ്യറീസിന്റെ അടുത്തുനിന്ന് നമ്മൾ പൈസ ഈടാക്കിയിട്ടല്ല നമ്മളുടെ സർവീസസ് കൊടുക്കാറുള്ളത്. ആൻഡ് വി റൺ ഔട്ട് ഓഫ് ഫിലാന്ത്രോപ്പി ക്യാപിറ്റൽ. വി റൺ ഔട്ട് ഓഫ് മണി വിച്ച് വി ഗെറ്റ് ഇൻ ദ ഫോം ഓഫ് ഡൊണേഷൻസ്, അല്ലെങ്കിൽ CSRs, അല്ലെങ്കിൽ ബാക്കിയുള്ള ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ്, ഗ്രാൻഡ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാറുള്ളത്. ആൻഡ് നമ്മളുടെ പ്രൈമറി വർക്ക് എന്ന് പറയുന്നത് കാറ്റിലല്ല, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളല്ല. കാരണം പ്രൈമറിലി നമ്മൾ വർക്ക് ചെയ്യുന്നത് ഗവൺമെന്റ്സ് ആയിട്ടാണ്. വി ആർ മോർ ഓഫ് എ ഗവൺമെന്റ് സർവീസ് പ്രൊവൈഡർ. നമ്മൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് പ്രൊജക്ട്, അവിടുത്തെ എല്ലാ ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലും ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടി UG പ്രോഗ്രാംസിൽ കൂടുതലായിട്ടും CLAT, ലോ എൻട്രൻസ്, അങ്ങനെയുള്ള പല എൻട്രൻസസ് ആണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഛത്തീസ്ഗറിൽ നമുക്ക് ബാച്ച് ഉണ്ട്. ഡൽഹിയിൽ അവിടുത്തെ ഒരു ഗേൾസ് ഉള്ള ബാച്ച് ഉണ്ട്, അണ്ടർ പ്രിവിലേജ് ഗേൾസ് സ്റ്റുഡൻസ് ഫ്രം ഡൽഹി. നോർത്ത് ഈസ്റ്റിൽ ഒരു ബാച്ച് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ഫിലാന്ത്രോപ്പിക് ക്യാപിറ്റൽ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു കാറ്റിന്റെ അനൗൺസ്മെന്റ് ഇത്ര വൈകി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി ഐ വോണ്ടഡ് ടു ഗെറ്റ് എ സെൻസ് ഓഫ് നമുക്ക് ഈ ഒരു കാറ്റ് പ്രോഗ്രാം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫണ്ട് കാര്യങ്ങളെല്ലാം എത്ര നമുക്ക് അലൊക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു. ആൻഡ് ഫൈനലി വി ഹാവ് ഡിസൈഡഡ് ദാറ്റ് ഇപ്പൊ 2 വർഷമായിട്ട് നമ്മൾ കാറ്റ് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കൊഹോട്ടിലൂടെ. ആൻഡ് അവിടുന്ന് ഈ പറയുന്ന ഇന്റർവ്യൂ കോഴ്സ് കിട്ടിയ ആൾക്കാർക്ക് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഇന്ത്യയിൽ കിട്ടാവുന്ന ബെസ്റ്റ് GDPA വാറ്റ് പ്രിപ്പറേഷൻ പ്രോഗ്രാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ്, വിച്ച് വാസ് കംപ്ലീറ്റ്ലി ഡ്രിവൺ ബൈ നമ്മളുടെ അലൂമിനീസ് അല്ലെങ്കിൽ IIM ബാംഗ്ലൂരിലൊക്കെ ഉള്ള സ്റ്റുഡൻസ് തന്നെ ഡ്രൈവ് ചെയ്ത പ്രോഗ്രാംസ് ആയിരുന്നു. അപ്പൊ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ, ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് യു വോണ്ട് ഗെറ്റ് ഇറ്റ് ഫ്രം എനിവേർ. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3000 രൂപ 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഓൺലൈൻ ആയിട്ട് ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് കിട്ടുമായിരിക്കും. നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കിട്ടുമായിരിക്കും. പക്ഷേ ഈ കാറ്റ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷനിലും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ യു വിൽ സ്റ്റാർട്ട് സെൽഫ് ഡൗട്ടിങ്. യു വിൽ സ്റ്റാർട്ട് ഡൗട്ടിങ് യുവർ സെൽഫ്. യു വിൽ ബി ലൈക്ക്, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ക്വിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ആൻഡ് ഒരുപാട് പൈസ കൊടുത്ത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്ന ആൾക്കാരിൽ പോലും വലിയൊരു ശതമാനം ആൾക്കാർ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ക്വിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു കാറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ അവരുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ ഞാൻ മനസ്സിലാക്കിയത് 15 മോക്സ് ഉള്ള അവരുടെ ഒരു ടെസ്റ്റ് സീരീസിൽ അവരുടെ ഒരു ഫുൾ പ്രോഗ്രാമിന് 50,000 60,000 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്ത ആൾക്കാരിൽ ആവറേജ് നമ്പർ ഓഫ് മോക്സ് ടേക്കൺ ഈസ് ഓൺലി 3, വിച്ച് മീൻസ് ഇത്രയും പൈസ കൊടുത്ത് മോക്കെടുത്ത ആൾക്കാർ പോലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഡീമോട്ടിവേറ്റഡ് ആവാണ്. ആൻഡ് എന്തുകൊണ്ടാണ് ഡീമോട്ടിവേറ്റഡ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഞാൻ എന്റെ കാറ്റ് പ്രിപ്പറേഷന്റെ സമയത്ത് ഡീമോട്ടിവേറ്റ് ആയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈ സിമ്പിൾ ആൻസർ ഈസ് ഐ വാസ് ഹാവിംഗ് റെഫറൻസസ് ഓർ റിലേറ്റബിൾ റോൾ മോഡൽസ് ഹു ഹാവ് ക്രാക്ഡ് ഇൻ ടു IIMs. അതായത് എന്നെ പോലെ തന്നെയുള്ള എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ വന്ന് എന്റെ അതേ സാഹചര്യങ്ങളിൽ നിന്ന് വന്ന് കാറ്റ് ക്രാക്ക് ചെയ്ത് നല്ല കോളേജിൽ കയറിയ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് അഡ്വൈസസ് തരാനും നമ്മൾ ഡീമോട്ടിവേറ്റ് ആകുമ്പോൾ നമ്മളെ പുഷ് ചെയ്യാനും ഉണ്ടെങ്കിൽ അത് വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കും. ആൻഡ് ഇതാണ് ഓപ്പൺ ഡാറ്റ് ഫൗണ്ടേഷൻ മുന്നോട്ട് വെക്കുന്ന ആശയം. നമ്മൾ ഈ ഗവൺമെന്റ്സുമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും UG പ്രോഗ്രാംസിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മളുടെ USP എന്ന് പറയുന്നത് ഓരോ 3 to 5 3 to 5 കുട്ടികൾക്കും അവരുടെ ഡ്രീം കോളേജിൽ പഠിക്കുന്ന അവരുടെ അതേ എൻട്രൻസ് പ്രിപ്പറേഷൻ ജേർണി കഴിഞ്ഞു പോയ ഒരു വിദ്യാർത്ഥിയായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ഓൺ ടോപ്പ് ഓഫ് വാട്ട് എവർ കോച്ചിങ് വി ആർ ഓഫറിംഗ് ടു ദി സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിൽ നിന്ന് എങ്ങനെയാണ് ഇത്തവണത്തെ കാറ്റ് കോച്ചിങ് വ്യത്യാസമാവാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിന്റെ അടിയിലുള്ള ഒരു ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അതിന്റെ ബേസ്, ഒബ്വിയസ്ലി ഐ മീൻ സിൻസ് ഇറ്റ്സ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, വി കാൺ സപ്പോർട്ട് എവരിവൺ.
ഇഫ് സമ്മൺ ഈസ് ഹാവിംഗ് ദി കപ്പാസിറ്റി ടു പേ ഫോർ എ കോച്ചിങ്, വളരെ ഹൈ എൻഡ് കോച്ചിങ്ങിന് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ വി മൈ നോട്ട് ബി ഏബിൾ ടു സപ്പോർട്ട് യു ഗൈസ്. സോ നമ്മളുടേതായ ക്രൈറ്റീരിയാസ് വെച്ചിട്ട് വിച്ച് വിൽ ബി ലൈക്ക് ഇൻകം, കമ്മ്യൂണിറ്റി, അങ്ങനെയുള്ള പല ക്രൈറ്റീരിയാസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് സെലക്ഷൻ നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ സെലക്ട് ചെയ്ത സ്റ്റുഡൻസിന് ഒരു പേയ്മെന്റ് ലിങ്ക് അയക്കുന്നുണ്ടാവും. ആൻഡ് ദിസ് ടൈം ഇത് കംപ്ലീറ്റ്ലി ഫ്രീ തന്നെയാണ്. ബട്ട് ദെൻ വി ആർ കളക്ടിങ് എ ഡെപ്പോസിറ്റ് ഓഫ് 3000 rupees. കാരണം കഴിഞ്ഞ 2 വർഷത്തിൽ നമ്മൾ ഒരുപാട് മെന്റേഴ്സിനെ നമ്മൾ ഒരുപാട് അവരും വളരെ പാഷനേറ്റ് ആയിട്ടാണ് നിങ്ങളെ മെന്റർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ടോപ്പ് ബി സ്കൂളിൽ ഒരുപാട് സമയം, ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അവരുടെ കോളേജ് ജീവിതത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്തുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പല കുട്ടികളും അവസാനം കാറ്റ് എഴുതുക പോലും ചെയ്യാതെ, അറ്റംപ്റ്റ് ചെയ്തിട്ട് കിട്ടാത്ത ഇസ് ഫൈൻ, ബട്ട് എഴുതുക പോലും ചെയ്യാതെ വിട്ട ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഷുഡ് നോട്ട് ബി ഹാപ്പനിങ് ദിസ് ടൈം. സോ വി ആർ കളക്ടിങ് എ ഡെപ്പോസിറ്റ് 3000 rupees which will be completely refunded back to your bank account once you register for CAT. സോ കാറ്റിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ഈ പറയുന്ന കാറ്റിന്റെ ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ ആ ഫില്ല് ചെയ്ത ഫോം നിങ്ങൾ നമുക്ക് അയച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ്ലി പൈസ റീഫണ്ട് ചെയ്യുന്നുണ്ടാവും. ആൻഡ് വാട്ട് യു ക്യാൻ എക്സ്പെക്ട് ഈസ് ഒബിയസ്ലി നമ്മുടെ LMS പ്ലാറ്റ്ഫോമിൽ OpenData.in പോയാൽ നിങ്ങൾക്ക് കാറ്റിനെ കുറച്ച് കണ്ടന്റ് കിട്ടുന്നുണ്ടാവും. പക്ഷെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് വാട്ട് ഐ എം തിങ്കിങ് ഈസ് ലൈവ് ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ അധികമാണ്. എഗെയിൻ നിങ്ങൾ ഒരുപാട് പേര് വന്നു ആരും ലൈവ് ക്ലാസ് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ റെക്കോർഡ് ക്ലാസ് മാത്രം നിങ്ങൾക്ക് തരുന്നുണ്ടാവുള്ളൂ. പക്ഷെ മലയാളത്തിൽ നിങ്ങൾക്ക് പരമാവധി കണ്ടന്റ് നിങ്ങൾക്ക് തന്നെ കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ഏതെങ്കിലും ബി സ്കൂൾസിൽ കയറിയ ഒരാളെന്നല്ല ഒരു മൾട്ടിപ്പിൾ ഒരു ടീം ഓഫ് ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ആൻഡ് കേരളത്തിൽ നിങ്ങൾക്ക് പോകാൻ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേരളത്തിൽ ഏത് ഓഫ്ലൈൻ സെന്ററിൽ പോകണം. ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ബട്ട് ഞാൻ ഒരുപാട് പ്രൊമോഷണൽ പോസ്റ്റുകൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കാണുന്നുണ്ട്. സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വളരെ വൃത്തിക്ക് നല്ല രീതിയിൽ ഓഫ്ലൈൻ കോച്ചിങ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. അതുകൊണ്ടാണ് ഞാനത് പ്രൊമോട്ട് ചെയ്യാത്തത്. നിങ്ങൾ ബാംഗ്ലൂർ വന്ന് ടൈമിൽ പോകുക, കരിയർ ലോഞ്ചറിൽ പോവുക, അല്ലെങ്കിൽ ഡൽഹിയിൽ പോവുക, അല്ലെങ്കിൽ കൊൽക്കത്തയിൽ പോവുക, ഇവിടെയൊക്കെ നല്ല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. അല്ല ഞാൻ ഓഫ്ലൈൻ കോച്ചിങ്ങിനെതിരോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് ഒരു സ്മിയർ ക്യാമ്പയിൻ നടത്താൻ അല്ല ഉദ്ദേശിക്കുന്നത്. ബട്ട് ദി റിയാലിറ്റി ഈസ് കേരളത്തിലുള്ള ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും ഈ പറയുന്ന ഓഫ്ലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയിട്ടുണ്ടാകുന്ന എക്സ്പീരിയൻസസ് വളരെ മോശമാണ്. ആൻഡ് കാറ്റ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ, നിങ്ങളുടെ ഒരു മെന്ററിന്റെ പുഷും കൂടി ഉണ്ടെങ്കിൽ, വാട്ട് ഐ ആം ടെലിംഗ് യു ഇസ് ലൈക്ക് നിങ്ങൾക്ക് വേറൊരു എക്സ്ട്രാ മെന്ററിന്റെ ഒരു ആവശ്യം, എക്സ്ട്രാ ഒരു ഓഫ്ലൈൻ കോച്ചിങ്ങിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഓഫ്ലൈൻ കോച്ചിങ്ങിന് ഒരുപാട് പൈസ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ നല്ല റിസോഴ്സസ് കൊളക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ കംഫർട്ടിൽ ഇപ്പൊ കമ്മ്യൂട്ട് ചെയ്യുന്ന ടൈം അല്ലെങ്കിൽ അങ്ങനെയുള്ള ടൈം എല്ലാം സേവ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് പ്രിപ്പറേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ OpenData ഫൗണ്ടേഷനിൽ എഗെയിൻ ഞാൻ പറയാണ്, നമ്മളുടെ ഡെഡ് ലൈൻ നമ്മളൊരു 10 day വിൻഡോ കൊടുക്കുന്നുണ്ട്. ഡെഡ് ലൈനിന് ആ 10 daysനുള്ളിൽ നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യുക. ആ ഫോം ഫില്ല് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് യു വിൽ ഗെറ്റ് എ പേയ്മെന്റ് ലിങ്ക്. വൺസ് യു മേക്ക് ദി പേയ്മെന്റ് യു വിൽ ബി ആഡഡ് ടു ദി പ്രോഗ്രാം. ആൻഡ് പ്രോഗ്രാമിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ആക്സസ് ടു ദി ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. അത് എല്ലാവർക്കും കിട്ടും കേട്ടോ. അത് നിങ്ങളിപ്പോ ഇതിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് സ്ട്രേറ്റ് അവേ യു ക്യാൻ ഗോ ടു OpenData.in and access all our resources there. But you will, in addition to that, you will also be getting access to our live classes and mentors and mentor connects. Then again, I mean, ഇത് നിങ്ങൾ മെന്ററിനെ അലോക്കേറ്റ് ചെയ്ത് തന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആ മെന്റർ എപ്പോഴും ഉണ്ടാവണം എന്നില്ല. ഇഫ് യു ആർ നോട്ട് റെസണേറ്റഡ് ടു ദി മെന്റർ ഓർ മെന്റർ ഒരു കോൾ വെച്ചിട്ട് നിങ്ങൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലെങ്കിൽ യു വിൽ ബി റിമൂവ് ഫ്രം ദി പ്രോഗ്രാം. വിൽ ബി ഹാവിംഗ് സ്ട്രിക്ട് പോളിസീസ് ഓൺ ദാറ്റ്. കാരണം ഈ OpenData ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ട്രഡീഷണൽ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പൊ ഒരു പാലാ ബ്രില്യന്റിൽ പോകുന്ന പോലെ നിങ്ങൾ 1 ലക്ഷം രൂപ കൊടുത്തു അവരെന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് തരണം എന്ന് വിചാരിക്കുന്ന പോലത്തെ ഒരു കാര്യമില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വി ബി ഏബിൾ ടു മേക്ക് ഇറ്റ് എ ഗ്രാൻഡ് സക്സസ്. സോ ഇറ്റ്സ് അവർ പ്രോഗ്രാം, സോ വി ഹാവ് ടു മേക്ക് മാക്സിമം യൂസ് ഓഫ് ദി പ്രോഗ്രാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങളും മെന്ററും നമ്മുടെ ഫാക്കൽറ്റീസും നമ്മുടെ ടീമും മൊത്തത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ബി ഏബിൾ ടു ബ്രിങ് ഇൻ ഗ്രേറ്റ് റിസൾട്ട്സ്. കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് നല്ല റിസൾട്ട്സ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇനി കാറ്റിന് ഞാൻ വൈകിപ്പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഐ വുഡ് സജസ്റ്റ് ഈസ് ഒട്ടും വൈകിട്ടില്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന എസ്റ്റാബ്ലിഷ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കഴിഞ്ഞാൽ ഓഗസ്റ്റ് അവസാനം വരെ അവർ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 2.5 മാസം ഉള്ള കാറ്റ് ബാച്ച് വരെ ഓഫ്ലൈനിൽ റൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സോ നമ്മൾ വളരെ ഏർലിയാണ്. ഇപ്പൊ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ തന്നെ ബൈ അറൌണ്ട് ഒരു ഏപ്രിൽ എന്തൊക്കെ നമുക്ക് വൃത്തിക്ക് ഇത് ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ വെരി ഈസിലി നമുക്കിത് കവർ ചെയ്യാൻ പറ്റും. നമുക്കൊരു 1-2 months കൊണ്ട് കോൺസെപ്റ്റ്സ് കവർ ചെയ്യാം. ആൻഡ് ഇൻ ബിറ്റ്വീൻ കുറച്ച് മോക്സ് എടുക്കാം, മോക്സിന്റെ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടുപോകാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മെന്റേഴ്സുമായിട്ട് കോൾ വെക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് കോൾസ് വെക്കാം. ആൻഡ് വിൽ ക്രിയേറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ത്രൂ വിച്ച് യു ക്യാൻ ഇന്ററാക്ട്. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഒക്കെ ഉള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. ഒൺലി തിങ് ഈസ് ഞാൻ
ഞാൻ എന്തുകൊണ്ട് ഓപ്പൺ ആയിട്ട് തുടങ്ങി, ഞാൻ IIM ഇൻഡോറിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു 10ഓളം കുട്ടികളെ 2 വർഷത്തിൽ ഞാൻ പേഴ്സണൽ കപ്പാസിറ്റിയിൽ മെന്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ആഴ്ച ഇവരെന്റെ അടുത്ത് വിളിച്ചു പറയും എന്നെ കൊണ്ട് നടക്കും തോന്നുന്നില്ല, ഞാൻ ക്വിറ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ ഐ യൂസ് ടു ടെൽ ദം വൺ തിങ്. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്കിൽ 0 കിട്ടിക്കോട്ടെ, പക്ഷെ നിങ്ങളിത് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസം പ്രിപ്പറേഷൻ ഫുൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഇൻ എ ഡീസന്റ് ബി സ്കൂൾ. അറ്റ്ലീസ്റ്റ് ഒരു ഡീസന്റ് ബി സ്കൂളിൽ നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രോഗ്രാം ആണ് ഈ പറയുന്ന CAT, അങ്ങനത്തെ ഒരു പ്രോഗ്രാം ആണ് MBA പ്രോഗ്രാം. കാരണം അത്ര അധികം കോമ്പറ്റീഷൻ ഉള്ളൂ. പല JEE അല്ലെങ്കിൽ UPSC ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാടധികം സാധ്യതകളുള്ള, ഒരുപാടധികം ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന ഒരുപാട് നല്ല കോളേജുകളുള്ള ഒരു പ്രോഗ്രാമാണ്. ആൻഡ് യു ആർ സ്റ്റിൽ നോട്ട് ലേറ്റ്, യു ഹാവ് എ ലോട്ട് ഓഫ് ടൈം. അപ്പോൾ എല്ലാവരും ഈ പറയുന്ന OpenDATന്റെ പ്രോഗ്രാം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നിങ്ങൾ വെബ്സൈറ്റിൽ പോയി ചെക്ക്ഔട്ട് ചെയ്യാം. യു ക്യാൻ ചെക്ക് മോർ അബൌട്ട് OpenDAT ഫൗണ്ടേഷൻ ഇഫ് യു വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദിസ്. And if you feel like you can't afford അല്ലാത്ത കോച്ചിങ്, അല്ലെങ്കിൽ even if you can afford, I mean if you want an additional support, then you can probably register in the Google form. We'll get back to you at the earliest. റോളിംഗ് ബേസിസിലായിരിക്കും. 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കില്ല നമ്മൾ സെലക്ഷൻ നടത്തി നിങ്ങളെ ഇൻഫോം ചെയ്യുന്നത്. 10 ദിവസത്തിനുള്ളിൽ തന്നെ നല്ല കാൻഡിഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ, ഇൻ ദ സെൻസ് ലൈക്ക് ഇഫ് യു ആർ മാച്ചിങ് അവർ ക്രൈറ്റീരിയ ആൻഡ് ഇഫ് യു ആർ ലൈക്ക് മോട്ടിവേറ്റഡ് ഇനഫ്, ദെൻ നമ്മൾ നിങ്ങളെ സെലക്ട് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഈ ഫോമിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ഡു യു വോണ്ട് ടു ജോയിൻ ദിസ് CAT പ്രോഗ്രാം, ഡു യു സീരിയസ്ലി വോണ്ട് ടു ഡു എൻ MBA. അതിനെല്ലാത്തിനും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസേഴ്സ് എഴുതണം. ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വൃത്തിക്ക് അതിന് ആൻസർ എഴുതണം. അല്ലാതെ വെറുതെ എന്തെങ്കിലും എഴുതി ഫോം ഫില്ല് ചെയ്യുക എന്നുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ വി വോണ്ട് ബി സെലക്റ്റീവ്, ബിക്കോസ് ദാറ്റ് ഓൾസോ ഷോസ് the kind of commitment you can put in our program in the future as well. So നമ്മൾ സീരിയസ് ആസ്പിറൻസിനാണ് നോക്കുന്നത്. നോ മാറ്റർ വാട്ട്, യു ജസ്റ്റ് ഹാവ് ടു ബി സീരിയസ്. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ മാർക്ക് കുറവാണ്, നിങ്ങൾക്ക് +2 മാർക്ക് കുറവാണ്, UG മാർക്ക് കുറവാണ്, ഇതൊന്നും വലിയ പ്രശ്നമല്ല. കാരണം ഇതൊക്കെ ആണെങ്കിലും നിങ്ങൾ സീരിയസ് ആണ്, നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ യു വിൽ ബി ഹാവിങ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്, പ്ലിത്തോറ ഓഫ് ഓപ്ഷൻസ് ടു ജോയിൻ. സോ അത്ര എനിക്ക് പറയാനുള്ളൂ. പ്ലീസ് fill in the forms if you are interested to prepare with us together for CAT 2025, and all the best for the upcoming CAT.